നല്ലവനെന്ന് വിളിക്കപ്പെടാൻ കുറച്ച് ധാർമ്മികതയും ചിട്ടകളുമൊക്കെ മതിയാകും. എന്നാൽ നൈർവല്യമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാകാൻ വിശുദ്ധമായ ലക്ഷ്യത്തോടെ നന്മകൾ ചെയ്യണം. നന്മ ചെയ്യാൻ തിരുവിരുന്നിലെ ഈ എപ്പിസോഡ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും തിരുവിരുന്നിലേക്ക് സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമാണോ എല്ലാവർക്കും? സുഖമാണല്ലേ? കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. വിവിധ വർണ്ണങ്ങളിൽ നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ഹായ് പറഞ്ഞേ. ഞാൻ ഹായ് പറയുമ്പോൾ നിങ്ങളൊരു ഹലോ പറയാവോ? എല്ലാവരും പറയില്ലേ? ഹായ്. സന്തോഷത്തോടെ പറഞ്ഞു. ഹായ് ജീസസ്. ഹലോ ജീസസ്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും നല്ല നല്ല കുടുംബങ്ങളിൽ നിന്നും കടന്നു വന്ന കുഞ്ഞുങ്ങളാ. ആണോ? നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ നന്മ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഞാനൊരു 4 വരി കവിത ഓർക്കുകയായിരുന്നു നിങ്ങളെ കാണുമ്പോൾ. കൂട്ടുകാരെ നിങ്ങൾ കൂട്ടുകൂടിയിടണം, കൂടുമ്പോൾ എപ്പോഴും ഓർത്തിടണം, നല്ലതു കാണണം, നല്ലതു കേൾക്കണം, നന്മകൾ ചെയ്തു വളർന്നിടണം. കേട്ടിട്ടുണ്ടോ ഇത്? ഉണ്ട്. ഒന്നുകൂടി പാടാം. കൂട്ടുകാരെ നിങ്ങൾ കൂട്ടുകൂടിയിടണം, കൂടുമ്പോൾ എപ്പോഴും ഓർത്തിടണം, നല്ലതു കാണണം, നല്ലതു കേൾക്കണം, നന്മകൾ ചെയ്തു വളർന്നിടണം. കേട്ടിട്ടുണ്ട്? ഇപ്പോൾ ഈ പറഞ്ഞ ഈ 4 വരി കവിതയിൽ നിന്നും എന്തൊക്കെ ആശയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഒന്നാമതായിട്ട് ആര് പറയും? പറ. നല്ലത് കാണണം. ഓക്കെ. നല്ലത് കേൾക്കണം. നല്ലത് കേൾക്കണം. നന്മകൾ ചെയ്ത് വളർന്നിടണം. നന്മകൾ ചെയ്ത് വളർന്നിടണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നന്മകൾ ചെയ്തു വളർന്നിടണം. ഈ നന്മകളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എവിടെയാ ചെയ്യുന്നത്? വീട്ടില്, പിന്നെ സ്കൂളില്, സമൂഹത്തില്. മോള് മിടുക്കിയായിട്ട് ഉത്തരം പറഞ്ഞു. നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നന്മകൾ ചെയ്യണം. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ഏഞ്ചലിലേക്ക്. ഓക്കെ, നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഇഷ്ടമാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമാണോ? നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അതു ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുതെന്ന് സുഭാഷിതം 3-ാം അധ്യായം 27-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി തിരുവിരുന്നിൽ ഒരു ഗെയിം ആയാലോ കൂട്ടുകാരെ? ഒരു 8 പേര് ഇങ്ങോട്ട് നടന്ന് വരണം. 4 പേര് ഇതിലേ വന്ന് ഇവിടെ വന്ന് നിൽക്കണം, 4 പേര് ഇവിടെയും വന്ന് നിൽക്കണം. എഴുന്നേറ്റ് വരാവോ? 4 പേര്, 8 പേര്. കൂട്ടുകാരെ, നമ്മളൊരു ഗെയിം കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് 8 പേരെ ഇവിടെ വിളിച്ചു നിർത്തിയിട്ടുണ്ട്. ഞാൻ 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏത് വിഷയം പറയുന്നോ നിങ്ങൾ ആ പെട്ടെന്ന് അത് അഭിനയിക്കണം. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഗ്രൂപ്പ് ആരാണോ അവരാണ് വിജയിക്കുന്നത്. റെഡിയാണോ? 2 ഗ്രൂപ്പ് റെഡിയാണ്. നമുക്ക് നോക്കാം ഇവരെങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ആദ്യമായിട്ട് 1, 2, 3 സ്റ്റാർട്ട്. പുൽക്കൂട്. നെക്സ്റ്റ് തിരുവോണം. സ്റ്റോപ്പ്. വള്ളംകളി. നെക്സ്റ്റ് സീറോ. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുത്തേ നമുക്ക്. എല്ലാവരും കൂടെ കയറി നിൽക്കുക. എല്ലാവരും കയറി നിൽക്കുക. എങ്ങനെ ഇവരുടെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇത് 2 പേരും നന്നായി കളിച്ചോ? കളിച്ചു. ഏത് ഗ്രൂപ്പാണ് കൃത്യമായിട്ട് പുൽക്കൂട് നിർമ്മിച്ചത്, കൃത്യമായിട്ട് തിരുവോണം നിർമ്മിച്ചത്, കൃത്യമായിട്ട് വള്ളംകളി ചെയ്തത്? നല്ല സീറോ വട്ടത്തിൽ നിന്ന് ഏത് ഗ്രൂപ്പാണ്? ആർക്കാ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇവർക്ക് വേണോ? കൂടുതൽ നന്നായി ചെയ്ത് ഇവരാ. സീറോ കറക്റ്റ് ആയത് ഇവരുടേത്. കൂടുതൽ നന്നായിട്ട് ചെയ്തത് അവരുടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും സീറ്റിലേക്ക് വന്നിരിക്കാം. ഈശോയുടെ കൂട്ടുകാരെ, നമ്മൾ നന്മ ചെയ്ത് കടന്നുപോയ വ്യക്തികളെയൊക്കെ നമുക്ക് പരിചയമുണ്ട് ഇല്ലേ? അവരുടെ പേരുകളെന്ന് പറയാമോ? കൈ ഉയർത്തി വരുന്ന പേര് പറയാം. മൈക്കെടുത്ത് പറഞ്ഞു. വിശുദ്ധ മാക്സിമിലിയൻ മേരി കോൾബ. വിശുദ്ധ മാക്സിമിലിയൻ മേരി കോൾബ. പിന്നെ APJ അബ്ദുൽ കലാം. വീണ്ടും
വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ അൽഫോൻസാമ, ഫാദർ ഡാമിയൻ. ആ, നിങ്ങൾക്ക് ഒത്തിരി പേരുടെ പേരുകൾ അറിയാം അല്ലേ? അപ്പോൾ മദർ തെരേസയെ കുറിച്ച് എന്ത് നന്മയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്? ആർക്കും പറയാം മദർ തെരേസയെ കുറിച്ച്? ഇന്ത്യയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി വന്ന ഒരു അൽബേനിയൻ വനിതയായിരുന്നു മദർ തെരേസ. എല്ലാവർക്കും അറിയാവോ അത്? മദർ തെരേസയെ കുറിച്ച് അറിയത്തില്ലേ? മദർ തെരേസയെ കുറിച്ച് അറിയത്തില്ലേ? ആ, അറിയാം. ഓക്കെ. അഗതികളും അശരണരുമായ സാധാരണക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ വന്ന് അവർ പ്രവർത്തനങ്ങൾ നടത്തി. ബംഗാളായിരുന്നു അവരുടെ കേന്ദ്രം. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന ഒരു സഭ സ്ഥാപിച്ചു. അന്നത്തെ ബംഗാളിലെ തൂപ്പുകാരുടെ വസ്ത്രമായിരുന്ന നീലക്കരയുള്ള വെള്ളസാരിയായിരുന്നു അവർ അവരുടെ വേഷവിധാനമായി സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് അവർക്ക് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്നയും. മദർ തെരേസയെ കുറിച്ച് നന്നായിട്ട് പറയാൻ അറിയാം. നമ്മളെല്ലാവരും മദർ തെരേസയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ നന്മകൾ ഇന്ത്യയിലുടനീളം ചെയ്തു കടന്നുപോയ ഒരു വ്യക്തിയാണ് മദർ തെരേസ. മദർ തെരേസയെ കുറിച്ച് നല്ലൊരു സന്ദേശം നമ്മൾ കേട്ടു അല്ലേ? നല്ലൊരു കൈയടി കൊടുത്താലോ? ഓക്കെ. വീണ്ടും ആരും അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആരാ പറയുന്ന? മോള് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാവരും. ഉറങ്ങുമ്പോൾ കാണാനുള്ളതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. ഒരു ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം ഇന്ത്യയെ ശാസ്ത്ര പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹം നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. അനുകരിക്കാൻ പറ്റുന്ന നല്ലൊരു മാതൃകയാണ് അബ്ദുൽ കലാം അല്ലേ? നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ടോ? രാത്രി ഉറങ്ങുമ്പോ അല്ലേ? അങ്ങനെ സ്വപ്നം കാണരുത്. നമ്മൾ ഉയർന്ന ചിന്തകൾ വേണം, പറക്കണം. നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നല്ല നല്ല സ്വപ്നങ്ങൾ, നല്ല നല്ല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചാൽ അബ്ദുൽ കലാമിനെ പോലെ നമുക്ക് നല്ല സ്വപ്നങ്ങൾ കണ്ട് വലിയ വഴിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ നന്മ ചെയ്യാറുണ്ടോ? അതായത് മദർ തെരേസയുടെ കാര്യം പറഞ്ഞു, അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു, അൽഫോൻസാമയെ കുറിച്ച് പറഞ്ഞു, വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ച് പറഞ്ഞു. ഇവരെല്ലാം കഴിഞ്ഞു പോയവരാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? എങ്കില് ഒരു 6 പേരൊന്ന് കടന്നു വന്നേ. ഒരു 6 പേര്. വീട്ടിൽ ചെയ്യുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മാതാപിതാക്കളെ എങ്ങനെ സഹായിക്കണം എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇവർ വീടുകളിൽ നന്മ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ലാലല്ലല്ല എന്ന് പാടിയാൽ നിങ്ങൾ കൈയടിക്കണം. പിന്നെ ഞാൻ എന്ത് പാടുന്നോ അത് നിങ്ങൾ ആക്ഷൻ ചെയ്യണം. റെഡിയല്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിക്കണേ. കരിക്കരിയേണം വേഗം കരിക്കരിയേണം, തേങ്ങ ചിരണ്ടേണം വേഗം തേങ്ങ ചിരണ്ടേണം, തേങ്ങ ചിരണ്ടേണം വേഗം തേങ്ങ ചിരണ്ടേണം, മുറ്റമടിക്കേണം വേഗം മുറ്റമടിക്കേണം, തേങ്ങ പൊതിക്കേണം വേഗം തേങ്ങ പൊതിക്കേണം, തുണി അലക്കേണം വേഗം തുണി അലക്കേണം. എങ്ങനെയുണ്ടായിരുന്നു ആക്ഷൻ? നല്ലതായിരുന്നോ? ഇവരെല്ലാരും നന്നായിട്ട് ചെയ്തോ? എല്ലാരും ചെയ്തോ? എല്ലാരും ചെയ്തിട്ടില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കെ, എന്തുകൊണ്ടാണ് ചിലർക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് ചോദിക്കാം. നന്നായി ചെയ്തോ? മോൾക്ക് എല്ലാ കാര്യവും നന്നായി ചെയ്യാൻ പറ്റിയോ? എനിക്ക് ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ വന്നത്? കാരണം ഞാനത് വീട്ടിലധികം ചെയ്ത് നോക്കിയിട്ടില്ല. വീട്ടിലധികം ചെയ്തിട്ടില്ല. കറിക്കരിഞ്ഞിട്ടില്ല അല്ലേ? തേങ്ങ പൊതിച്ചിട്ടില്ല, തേങ്ങ ചിരണ്ടിയിട്ടില്ല. മുറ്റം അടിച്ചിട്ടുണ്ടോ? മുറ്റം അടിച്ചിട്ടുണ്ട്. മോനെ എല്ലാം ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റി. നീ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യം വീട്ടിൽ ചെയ്യുന്നുണ്ട്. അവന് നന്നായി ചെയ്യാൻ പറ്റി. മോന് ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ വന്നേ? വീട്ടിൽ ചെയ്ത് ശീലമില്ലാത്തോണ്ട്. വീട്ടിൽ ചെയ്ത് ശീലമില്ല. വീട്ടിൽ എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും വീട്ടിലുള്ളവർ തന്നെയല്ലേ? വീട്ടിൽ പപ്പയും മമ്മിയെ സഹായിക്കാറുണ്ടോ? ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇവരെല്ലാവരും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവർക്കൊരു കൺഗ്രാലേഷൻ കൊടുക്കണ്ടേ? എങ്ങനെയാണ് കൺഗ്രാലേഷൻ? ഞാൻ പറഞ്ഞുതരാം. ഇപ്രാവശ്യം കൈയടിക്കുമല്ലോ ചെയ്യുന്നത്. നല്ലൊരു പൂത്തിരി കത്തിക്കാൻ പോവാണ്. അതായത് ഞാൻ 1 2 3 നിങ്ങൾ ഇങ്ങനെ പൂത്തിരി കത്തിക്കണം. ഇങ്ങനെ 1 2 3 സ്റ്റാർട്ട്. കൺഗ്രാജുലേഷൻ. ഓക്കെ, വന്നിരിക്കാം. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? സിസ്റ്റർ ഒരു കഥ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ അവധിക്കാലങ്ങളിലൊക്കെ നമ്മൾ അമ്മ വീട്ടിലും പപ്പയുടെ വീട്ടിലൊക്കെ പോകാറില്ലേ?
എല്ലാവർക്കും പോകാൻ ഇഷ്ടമാണോ? ജോണിക്കുട്ടി എന്ന് പറയുന്ന ഒരു 4ാം ക്ലാസ്സുകാരൻ അമ്മ വീട്ടിൽ പോവുകയാണ്. അവന് ഭയങ്കര സന്തോഷം അമ്മ വീട്ടിൽ പോകാൻ. പക്ഷെ നമ്മളെ പോലെ വണ്ടിക്കൊന്നും പോകണ്ട, തൊട്ടടുത്താണ് അവന്റെ വീട്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനു ശ്രദ്ധിച്ചു പോക്കണം, റോഡിന്റെ സൈഡ് ചേർന്ന് നടന്നു പോകണം, ഇല്ലെങ്കിൽ വണ്ടിയൊക്കെ വരുമ്പോൾ മോനെ മുട്ടുകൊണ്ട് ശ്രദ്ധിച്ചു പോകണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, അമ്മ എന്തിനാ എന്നെ കുറിച്ച് പേടിക്കുന്നേ, ഞാൻ പൊക്കോളാം. അപ്പൊ പറഞ്ഞു, എന്താ ഈ കുപ്പിയിലെ വെള്ളം കൂടി കൊണ്ടോക്കോ, ഇടയ്ക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാം. ഓക്കെ അമ്മേ. അവൻ ഈ വെള്ളമൊക്കെ മേടിച്ച് അവൻ്റെ ഒരു ബാഗിനകത്ത് വെച്ചു. പിന്നെ അമ്മ ഇറങ്ങിപ്പോ പറഞ്ഞു, സാരയില്ല, എന്നാൽ ഒരു കഷ്ണം ബ്രെഡും കൂടി കൊണ്ടോക്കോ, എങ്ങാനും വഴിക്കും അടുത്ത് പോയാൽ കഴിക്കത്തില്ലേ, ഇന്ന് നിങ്ങൾ വന്നപ്പോഴൊക്കെ കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞു. വരാം നമ്മുടെ ജോണിക്കുട്ടിക്ക് ബാഗിനകത്ത് അമ്മ ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ബ്രെഡും ഒക്കെ മേടിച്ച് കൊടുത്തിട്ടു. അവനിങ്ങനെ സന്തോഷമായിട്ട് അമ്മ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടി പോകുന്നുണ്ട്, പല കൂട്ടുകാരെ കാണുന്നുണ്ട്. അവരോടെല്ലാം ഒരു ഹായ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോണിക്കുട്ടി ഇങ്ങനെ യാത്ര ചെയ്യാം. കുറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ നടന്നു പോയപ്പോൾ അവൻ്റെ കാലിൻ്റെ തൊട്ടുമുപ്പിൽ അവൻ ഇങ്ങനെ കാലങ്ങ് എടുത്തു വെച്ചു. പക്ഷേ അവൻ കണ്ടു കുറേ കുപ്പിച്ചില്ലുകൾ. കുപ്പിച്ചില്ല് ചവിട്ടി എന്താ സംഭവിക്കുക? കാല് മുറിഞ്ഞു പോവും. അവനിങ്ങനെ 1 മിനിറ്റ് അവിടെ നിന്നു. അവൻ മാറിപ്പോകാനായിട്ടങ്ങ് നോക്കി. അപ്പോൾ ചിന്തിച്ചു, വേണ്ട, ഞാൻ മാറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ വരുന്നവരുടെ കാല് മുറിയും. അതുകൊണ്ട് അവൻ എന്താ ചെയ്തെന്നറിയണോ? പെട്ടെന്ന് തന്നെ ബാഗിനകത്ത് നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് ഇവൻ അവിടെ കുത്തിയിരുന്നിട്ട് ആ ചില്ലുകളെല്ലാം പെറുക്കിയെടുത്തു. ചെറിയ കുപ്പിച്ചില്ലുകൾ പോലും അവൻ പെറുക്കിയെടുത്തിട്ട് നോക്കി എവിടെ കൊണ്ട് കളയും. അതാ ആ സൈഡിലൊരു മാളമുണ്ട്. അവൻ ആ കടലാസിനകത്ത് പൊതിഞ്ഞ് അത് ആ മാളത്തിനകത്ത് കൊണ്ടിട്ടു. അവൻ സന്തോഷമായിട്ട് വീണ്ടും ബാഗൊക്കെ തൂക്കിയിട്ട് അവൻ ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവരൊരു കാഴ്ചയാണ്. കുറേ കുഞ്ഞുക്കുരുവികൾ റോഡിൽ ഇങ്ങനെ തുള്ളി കളിക്കുന്നു. ഇടവഴി കൂടിയാണ് നടന്നു പോകുന്നത്. കുഞ്ഞുക്കുരുവികളെ ഇഷ്ടമല്ലേ? നമ്മൾ കുരുവികളെ കണ്ട എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോകും. ഇവനെന്താ ചെയ്തെന്നറിയണോ? ഇവനിങ്ങനെ കുഞ്ഞുക്കുരുവിനെ മെല്ലെ പിടിച്ച് ബാഗിനകത്താക്കി വീട്ടിൽ കൊണ്ടുപോകുന്ന വിചാരിച്ചു. അപ്പോൾ ഉണ്ട് കീ കീ എന്ന് പറഞ്ഞ തള്ളക്കുരുവികള് ഇവന്റെ വട്ടം ചിറകടിച്ച് പറക്കുകയാണ്. അപ്പൊ ഇവനിങ്ങനെ നോക്കി, പാവം തള്ളക്കുരുവി, ഈ കുഞ്ഞുക്കുരുവിനെ അതിന് കൊടുത്തേക്കാലോ. ഇവൻ മെല്ലെ ഓരോ കുഞ്ഞുക്കുരുവി ഇങ്ങനെ പിടിക്കും. എന്നിട്ട് നോക്കും, ഹായ് എന്ത് സുന്ദരനാ, വീട്ടിൽ കൊണ്ടായാലോ. അവന്റെ മനസ്സിൽ ചിന്തയുണ്ട്. പിന്നെ അവനിങ്ങ് നോക്കി. അപ്പോൾ അതാ കാണുന്നു അവിടെ ചെമ്പരത്തിയുടെ കുറെ കമ്പുകള്, അതിനകത്ത് നല്ലൊരു കൂട്. ഇവൻ ആ കുഞ്ഞുക്കുരുവികളെ ഓരോന്നിനെ പിടിച്ച് ആ കൂടിനകത്തേക്ക് വെച്ചു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇവിടെ ഇരുന്നോട്ടോ, നീ മിടുക്കനായിട്ട് ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞൊരു കൊട്ടൊക്കെ കൊടുത്തു നോക്കി. അപ്പൊ കണ്ടു തള്ളക്കുരുവികൾ ഇങ്ങനെ വട്ടത്തിൽ അവന്റെ സന്തോഷമായിട്ട് ചുറ്റും നടന്ന് പറക്കുകയാണ്. അങ്ങനെ കുരുവിനെ അവിടെ വെച്ച് വീണ്ടും ഇവൻ പോവുക. ഇവന്റെ ലക്ഷ്യം എവിടെയാ? അമ്മ വീട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവന് വിളി കേൾക്കുക, മോനെ. ഇവിടെ നിന്നാണ് ഈ വിളി കേൾക്കുന്നത്. പിന്നെ വിളി കേൾക്കുന്നുണ്ട്, മോനെ ദാഹിക്കുന്നു. ഇവൻ ചുറ്റുപാട് നോക്കിയപ്പോ കണ്ടു, അതവിടെ ഒരു അപ്പാപ്പൻ ഒരു മനത്തണ്ണിരിക്കുകയാണ്. അവൻ ഓടിച്ചെന്ന് വിളിച്ചു, അപ്പാപ്പൻ എന്നെ വിളിച്ചോ? മോനെ ദാഹിച്ചിട്ട് മേല, അല്പം വെള്ളം തരുമോ? ഇവൻ വേഗം തന്നെ ഇവന്റെ ബാഗിലുണ്ടായിരുന്ന കുപ്പിയിൽ വെള്ളം അമ്മ കൊടുത്തതില്ലേ, ആ വെള്ളം എടുത്തിട്ട് പറഞ്ഞു, ഇന്ന് അപ്പാപ്പൻ ഇത് കുടിച്ചോളാൻ പറഞ്ഞു. അപ്പാപ്പൻ ആ വെള്ളം ഫുള്ളങ്ങ് കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, വിശന്നിട്ട് മേല. അപ്പം അപ്പാപ്പന് വിശക്കുക, ഞാൻ തരാലോ എന്ന് പറഞ്ഞ് ഇവന്റെ ഈ ബാഗിനകത്ത് വേറെ എന്തിരിപ്പുണ്ട്? ബ്രെഡ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഇവൻ ഇതും കൂടി എടുത്തിട്ട് പറഞ്ഞു, അപ്പാപ്പൻ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ അപ്പാപ്പന്റെ അടുത്തിരുന്നു. അപ്പാപ്പൻ ആ വെള്ളം കുടിച്ചു, ആ ബിസ്ക്കറ്റ് കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ സന്തോഷമായി. അപ്പാപ്പാ ടാറ്റാ എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും നമ്മുടെ ബാഗൊക്കെ എടുത്ത് നല്ല സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇവൻ വീട്ടിലേക്ക് പോവുകയാണ്. അല്പദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു സൗണ്ട് കേൾക്കുകയാണ്, 1 2 3. ഇതെവിടെ നിന്ന് ഈ എണ്ണം കേൾക്കുന്നേ? പിന്നെ അവൻ ചുറ്റുപാട് നോക്കി. അപ്പോൾ അതാ ഒരു മാലാക എന്നിട്ട് ചോദിക്കണം, ഹായ് മാലാകെ, ഇത് എങ്ങോട്ടാ പോകുന്നത്? നീയാണോ എണ്ണ എടുത്തത്? അപ്പം മാലാക പറഞ്ഞു, ഞാനാ എണ്ണ എടുത്തത്. എന്തിനാ ഇങ്ങനെ എപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നത്? എന്താ എണ്ണം പിടിക്കുക? 1 2 3 4. അല്ല ജോണിക്കുട്ടി, നീ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകളും എണ്ണി ഞാൻ ഈശോയ്ക്ക് കൊടുക്കുക. ഞാൻ ചെയ്ത നന്മയോ? ഞാൻ എന്ത് നന്മയാ ചെയ്തേ കൂട്ടുകാരെ? ജോണിക്കുട്ടി എന്തെങ്കിലും നന്മ ചെയ്തോ? ആർക്ക് പറയാം? മോൻ പറഞ്ഞേ, എന്ത് നന്മ ചെയ്തു? ഇരുന്ന് പറഞ്ഞാൽ മതി. ഇരുന്ന് പറഞ്ഞു. കുപ്പിച്ചില്ല് ഒരു കടലാസിലെടുത്ത് മാറ്റി വഴി കിടന്ന് കുപ്പിച്ചില്ലെടുത്ത് പെറുക്കി മാറ്റി വെച്ചു. ഒന്നാമത്തെ നന്മ. രണ്ടാമത് എന്താ ചെയ്തത്? പറഞ്ഞു.
കുരുവികള് നിലത്ത് വീണപ്പോൾ അവൻ കൂട്ടിലെടുത്തു വെച്ചു. കുഞ്ഞു കുരുവികളാണ്, നമ്മളാണ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയനെ. പക്ഷെ ഈ ജോണിക്കുട്ടി അതിനെ എടുത്ത് കൂട്ടിലേക്ക് എടുത്ത് വെച്ച് തള്ളക്കുരുവികൾക്ക് ഒരു സന്തോഷം കൊടുത്തിട്ട് പോന്നു. മൂന്നാമത്തെ എന്താ നമ്മുടെ കുഞ്ഞുമോളെന്ന് പറഞ്ഞേ? വൃദ്ധനായ ഒരാൾക്ക് ബ്രെഡും വെള്ളവും കൊടുത്തു. പാവപ്പെട്ട വൃദ്ധനായ മനുഷ്യൻ മരച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു, മോനെ അല്പം വെള്ളം തരുമോ? അപ്പൊ വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മാലാഖ പറഞ്ഞു, ജോണിക്കുട്ടി, ഇങ്ങനെ ഈ ഭൂമിയിൽ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ നന്മ ചെയ്താലും ഇതെല്ലാം എണ്ണി എണ്ണി ഞാൻ ആർക്ക് കൊടുക്കും? ഈശോയ്ക്ക് കൊടുക്കും. അപ്പൊ സിസ്റ്റർ ഒരു ചോദ്യം ചോദിക്കട്ടെ, നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നന്മ ചെയ്ത് ജീവിക്കണോ അതോ തിന്മ ചെയ്ത് ജീവിക്കണോ? നന്മ ചെയ്ത് ജീവിച്ച കുറെ പേരുടെ പേരുകൾ നിങ്ങൾ പറഞ്ഞു. തിന്മ ചെയ്ത് ജീവിക്കുന്ന ഒത്തിരിയേറെ മക്കളെ നമുക്കറിയാം. കള്ളനായിത്തീരുക, ഇല്ലേ? ജയിലിലൊക്കെ ഒത്തിരി പേര് കള്ളത്തരം കാണിച്ചിട്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളൊക്കെ ആരായിത്തീരണം? നന്മ ചെയ്യുന്ന നല്ല കുഞ്ഞുങ്ങളായിത്തീരണം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്ത് ജീവിക്കുന്ന കുട്ടികളുടെ, കുഞ്ഞുങ്ങളുടെ, വ്യക്തികളുടെ പ്രത്യേകതകളെ കുറിച്ച് ആർക്ക് പറയാം? ആരെങ്കിലും ബൈബിൾ വായിച്ചിട്ടുള്ള അറിയാവോ? അതേല മിടുക്കി, അറിയാവോ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമേപനം. എത്ര കാര്യങ്ങളുണ്ട്? 9. നിങ്ങൾക്കിതറിയാവോ? അതല്ല, മോൾ ഓരോന്നൊന്ന് പറഞ്ഞു കൊടുത്തല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. നന്മ ചെയ്ത് ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു കൊടുത്തേ. ഒന്ന്, സ്നേഹം. എല്ലാരും പറ. ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമേപനം. 9 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അങ്ങനെയാണെങ്കിൽ തിന്മ ചെയ്ത് ജീവിക്കേണ്ട വ്യക്തികളുടെ പ്രത്യേകതകളും ദൈവവചനത്തിൽ ബൈബിളിൽ ഉണ്ടോ? ഉണ്ടോ? ആർക്ക് പറയാൻ പറ്റും? അറിയാവോ? എവിടെയാ അത് പറയുന്ന ബൈബിളില്? ഗലാത്യക്കാരുടെ ലേഖനത്തില് 5-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ അറിയാം. ഒന്നൊന്ന് പറഞ്ഞു തന്നാല്. വ്യഭിചാരം, ദുർവൃത്തി, അശുദ്ധി, കോപം, കലഹം, അസൂയ തുടങ്ങിയവയാണ്. കുറെ കാര്യങ്ങളുണ്ടല്ലേ? അസൂയുള്ള കുട്ടികള്, അഹങ്കരിക്കുന്ന കുട്ടികള്, തിന്മ ചെയ്യുന്ന വ്യക്തികള്, വിദ്വേഷം വെച്ച് കൊടുക്കുന്ന കുട്ടികള്, കുറ്റം പറയുന്ന കുട്ടികള്, ഇവരെല്ലാം ആരുടെ വഴിയിൽ കൂടി പോകും? തിന്മയുടെ വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവര്. അപ്പോൾ നമുക്കൊരു തീരുമാനം വേണം. ഞാൻ ആരുടെ കൂടെ പോണം? ഈശോയുടെ കൂടെ പോകണം. അപ്പോൾ നന്മ ചെയ്ത് നന്നായിട്ട് നന്മ ചെയ്യുന്ന വ്യക്തിയുടെ നേരെ എപ്പോഴും കല്ലേറുണ്ടാകും. നന്മ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് ഒത്തിരി പേര് കുറ്റപ്പെടുത്തും, അവരോട് അസൂയ ഉണ്ടാകും. അതിന് ഉദാഹരണമാണ് ബൈബിളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, എസ്തഫാനോസ്. എസ്തഫാനോസ് ഈശോയെക്കുറിച്ച് പിന്നെ ലോകം മുഴുവൻ പറഞ്ഞു. അവസാനം ആ എസ്തഫാനോസിന് കിട്ടിയത് എന്താണെന്നറിയണോ? എന്താ കിട്ടിയത്? പറയാവോ? എസ്തഫാനോസ് കല്ലേറ് കൊണ്ടാണ് മരിച്ചത്. കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ ഒരു കാര്യം പറയാം, നമുക്കൊരു നാടോടി നൃത്തം കണ്ടാലോ? കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എസ്തഫാനോസിനെ കുറിച്ച് നാടോടി നൃത്തം കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടി ഒരു നാടോടി നൃത്തം ഇവിടെ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ കളി ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. കളിച്ചു കഴിയുമ്പോൾ അതിന്റെ സന്ദേശം വന്നാണ്. ആ നാടോടി നൃത്തത്തിലൂടെ നല്ല സന്ദേശം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് നിങ്ങൾ പറയണം. റെഡിയാണോ? റെഡിയാണ്. ആര് റെഡി? ഒക്കെ നമുക്കിപ്പോൾ ഒരു നാടോടി നൃത്തം കാണാം. നന്മ ചെയ്തിട്ട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന എസ്തഫാനോസിനെ കുറിച്ചുള്ള ഒരു നൃത്തം കണ്ടാലോ?
സത്യനാഥൻ യേശുവിനെ ശക്തിയാൽ പ്രഘോഷിക്കാൻ രക്തസാക്ഷിയായവനെ വണങ്ങിടുന്നു വിശുദ്ധ സ്തെഫാനോസായില്ലേ. അവന്റെ കഥയെല്ലാം ചൊല്ലാം ഞാൻ നിങ്ങൾക്കായി. ിക്കനായി വന്നു നിന്ന് ആത്മാവിനെ തൊട്ടു നിന്ന് ിക്കനായി വന്നു നിന്ന് ആത്മാവിനെ തൊട്ട് സത്യം മാത്രം ചൊല്ലി നിന്ന് ജെറുസലേം നാട്ടിലവൻ വചന വിത്ത് വിതച്ചല്ലോ സ്തെഫാനോസ്. അന്ന് വചന വിത്ത് വിതച്ചല്ലോ സ്തെഫാനോസ്. എല്ലാരും സ്തോത്രം പാടണ നേരത്ത്, എല്ലാരും കൈകൾ കൂപ്പണ നേരത്ത് യേശുവിനായൊരു പാട്ടുപാടി നിന്നോരേ, ദൈവമഹത്വം ഏറ്റുപാടി വന്നോരേ. നിങ്ങളെല്ലാരും കണ്ടോ സ്നേഹ പുണ്യം നിറഞ്ഞോരടീക്കനെ, പുണ്യം നിറഞ്ഞോരടീക്കനെ. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. വചനങ്ങൾ കേട്ടപ്പോൾ ജനകൂട്ടം വന്നപ്പോൾ മനം പൊട്ടി ശത്രുക്കൾ തൻ ചങ്കു പൊട്ടി. പലവട്ടം സംഘങ്ങൾ താക്കീത് നൽകിയിട്ടും സ്തെഫാനോസ് മാറില്ല വിശ്വാസത്താൽ. കള്ളസാക്ഷികൾ തൻ മുന്നിലായി കുറ്റം ചുമത്തി. കാരണം കാണുന്നു പുരോഹിതന്മാർ ഇല്ലായ്മ ചെയ്യണമെന്നു തന്നെ. കല്ലെറിഞ്ഞവനെ കൊന്നിടേണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നൊരാ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കും സ്തെഫാനോസിനെ ദൈവദൂഷകനെന്ന കുറ്റം ചുമത്തി. ചുടുരക്തം വീണപ്പോൾ ആർത്തു ചിരിച്ചു മണിമേടയിൽ അധികാരികൾ ആഘോഷമാക്കി. ചുടുരക്തം വീണപ്പോൾ ആർത്തു ചിരിച്ചു മണിമേടയിൽ അധികാരികൾ ആഘോഷമാക്കി. നന്മ നിറഞ്ഞവർ തിന്മ വെടിഞ്ഞവർ ഇന്നും പാടുന്നു രക്തസാക്ഷിയായവന്റെ ചോരകഥ. നന്മ നിറഞ്ഞവർ തിന്മ വെടിഞ്ഞവർ ഇന്നും പാടുന്നു സ്തെഫാനോസിന്റെ വീരകഥ. മക്കളെ, അപ്പോൾ നമ്മൾ ഈ ഒരു നാടോടി നൃത്തം കണ്ടു അല്ലേ? ഈ നാടോടി നൃത്തത്തിലൂടെ എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിച്ചത്? ആർക്ക് പറയാം? ആരാ പറയുന്നത്? മോള് പറ. വിശുദ്ധ എസ്തഫാനോസ് കല്ലെറി കൊണ്ടാണ് മരിച്ചത്. അദ്ദേഹം മരിക്കുമ്പോൾ കർത്താവായ ഈശോയെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിച്ചത്. കർത്താവായ ഈശോയെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് എസ്തഫാനോസ് മരിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നന്മ ചെയ്യുന്നവർക്കെതിരെ എപ്പോഴും കല്ലേറ് കിട്ടും. കായ്ക്കുന്ന മാവിലെ കേട്ടിട്ടില്ലേ? കായ്ക്കുന്ന മാവിലെ കല്ലെറിയുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര നന്മ ചെയ്താലും എല്ലാവരും നല്ലതാണെന്ന് പറയുകയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ഓർക്കണം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതം മരിക്കുന്നത് വരെ നന്മ ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ച് മരിക്കണം. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പഠിക്കാം. പാട്ട് പാടാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്.
ആ നല്ല പാട്ടുകാരാണ്. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ ഒരു വരി പാടി തരുമ്പോൾ നിങ്ങൾ ഏറ്റു പാടണം. ഓക്കെ. എല്ലാരും സ്വരമുയർത്തി പാടണം. ആർ യു റെഡി? ഓക്കെ. എന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന യേശുവപ്പായേ പാട്. എന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന യേശുവപ്പായേ. എല്ലാവരും ഒന്നുകൂടി ഉറക്കെ പാടണേ. എന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന യേശുവപ്പായേ. എന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന യേശുവപ്പായേ. എന്നെ ഒത്തിരി ഒത്തിരി മാനിക്കുന്നോരേശുവപ്പായേ. എന്നെ ഒത്തിരി ഒത്തിരി മാനിക്കുന്ന യേശുവപ്പായേ. സുഖവും ധനവും സ്ഥാനമാനവും കൂടിയിടും നേരം സ്വർഗരാജ്യമാർഗം തേടാൻ നമ്മൾ മറക്കരുത്. ഇരുണ്ട രാത്രിയിൽ പാതിരാ നക്ഷത്രങ്ങളായി പ്രശോഭിക്കാൻ പ്രഭാത താരകമായ യേശുവിനെ ഒന്ന് പാടി സ്തുതിച്ചാലോ? ഹൃദയത്തിൽ എങ്ങനെ നന്മയുടെ വീട് പണിയണമെന്ന് നമ്മൾ പഠിച്ചു. വ്യക്തികളിലും കുടുംബങ്ങളിലും ഇടവകയിലും സമൂഹത്തിലും നന്മകൾ വാരി വിതറാൻ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവിരുന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാട്ടോ. ടാറ്റാ കൂട്ടുകാരെ, നമുക്കൊരു ഗെയിം കളിച്ചു തുടങ്ങിയാലോ? യേശുവിൻ